മേക്കപ്പ് തന്നെ ചെയ്യുന്നത് ഞാനാണല്ലോ. ഞാൻ താന്നിരിക്കും അവർ. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വുമൻസ് ഡേ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ മാർച്ച് 8-നാണ് വുമൻസ് ഡേ. ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തത് മാർച്ച് 12-നാണ്. ചായ കുടിക്കുന്ന സമയപ്പോഴാണ് വ്ളോഗ് എടുക്കാൻ എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്ക് അത്രയും സമയമില്ലേനും, കാരണം എനിക്ക് അപ്പം തന്നെ ഓടണമായിരുന്നു. ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ ദി ഫാഷൻ ഷോ. യെസ്, ഞങ്ങളൊരു ഫാഷൻ ഷോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഒരുങ്ങാനാണ് ഞാൻ പോയത്. സാരി ഡ്രൈപ്പിങ്ങിന് ഞാൻ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരുടെ തന്നെ സെക്കൻഡ് ബ്രാഞ്ചിലോട്ട് അവരെന്നെ പറഞ്ഞു വിട്ടു. ബാക്കി കാര്യം ഞാൻ പറയാം. ഓക്കെ, നല്ല സംഭവമാണ്, നല്ല ഗോൾഡൻ കളറൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഒതുങ്ങുന്നില്ല, ഒറ്റ കൊടുക്കുമ്പോൾ ഒതുങ്ങുന്നില്ല. തേച്ച് ഒതുക്കിയ നിൽക്കുമായിരിക്കും. നല്ല രസമുണ്ട്, എനിക്കിഷ്ടമായി സാധനം. പക്ഷേ പാവാടയിലടിച്ചാൽ നല്ല രസമുണ്ട്, സ്കേർട്ടിലടിച്ചാൽ നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ട് ഞാനൊരു ബാക്കപ്പായിട്ട് വേറൊരു സാരിയോടെ കൊണ്ടായിട്ടുണ്ട്, കുറച്ചൊരു ഒതുങ്ങുന്നൊരു. ഇനി കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാൻ അപ്പോയിൻമെൻറ്റ് എടുത്ത ബ്യൂട്ടി പാർലറിൽ അവരെന്നോട് ഞാൻ അവിടെ ചെന്നപ്പോൾ അതിൻ്റെ വേറൊരു ബ്രാഞ്ചിലോട്ട് പോയിക്കോളാൻ പറഞ്ഞു. ഇവിടെയല്ല, അവിടെയാണ് സംഭവം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. അപ്പോയിൻമെൻറ്റ് എടുത്ത സമയത്തിന് ഞാൻ അവരുടെ ഒരു 100 തവണ പറഞ്ഞായിരുന്നു എനിക്ക് കറക്റ്റ് 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം, എന്നാലും എനിക്ക് ശരിയാവുള്ളൂ. ബാക്കി കുറേ പരിപാടി എനിക്ക് ചെയ്യാൻ. പ്രോഗ്രാമിൻ്റെ അന്ന് രാവിലെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു 11 അല്ല 11:30 ആവും അവർ വരാൻ. എനിക്ക് മേക്കപ്പ് പറ്റിയിട്ട് നോർമൽ സാരി എനിക്ക് കൊടുക്കാറിയാം, ഞാൻ നന്നായിട്ട് കൊടുക്കും. ആർക്കെങ്കിലും നോർമൽ സാരിയൊക്കെ കൊടുത്തിട്ട് അത്യാവശ്യം ചെറിയ ഫംഗ്ഷനൊക്കെ പോകണമെങ്കിൽ കോൺടാക്ട് മീ, നമ്പർ ഞാൻ താഴെ കൊടുക്കാം. സമയം 11:30 കഴിഞ്ഞു. കസ്റ്റമർ സർവീസ് ഇല്ല, ആൾ വന്നിട്ടില്ല. എല്ലാം കോളമാവും, എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. മേക്കപ്പ് തന്നെ ചെയ്യുന്നത് ഞാനാണല്ലോ. ഇപ്പോൾ വരും പറയുന്നല്ലാണ്ട് ആരെയും കാണാനില്ല. നെയിൽ പോളിഷ് റിമൂവ് ചെയ്തില്ല. ഞാനിത് റിമൂവ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നെയിൽ പോളിഷ് റിമൂവറൊക്കെ രാവിലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, മറന്നുപോയി. മതി, ഒരു ഉത്തരവാദിത്വ ബോധം എന്നുള്ള സാധനം അത്യാവശ്യമുള്ളത് നല്ലതാണ്. ഞാൻ ഇതൊരു 12:30 തീർക്കാൻ വിചാരിച്ചതാണ്. സമയം 11:45 കഴിഞ്ഞു. ഇപ്പോൾ വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അവർ വന്നത് 12 മണി കഴിഞ്ഞിട്ടാണ്. പിന്നെ അവർ ആറ്റിറ്റ്യൂഡ് ഭയങ്കര മോശമായി. ഓൾറെഡി ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പണിയാണ്, കാരണം 2 സാരി വെച്ചിട്ട് ഞാൻ ഒരു ഔട്ട്ഫിറ്റ് ഉണ്ടാക്കുകയായിരുന്നു. അപ്പോൾ അത് വർക്കൗട്ട് ആവോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് ഒരു ഉറപ്പില്ലായിരുന്നു. ഞാൻ എല്ലാം അവരെ ഏൽപ്പിച്ച് നിൽക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവരെല്ലാം കൂടെ എൻ്റെ കയ്യിൽ തന്നിട്ട് ഒരു അസിസ്റ്റൻറ്റ് എനിക്ക് തന്നിട്ട് അവർ വേറെ ആളുടെ ഹെയർ സെറ്റ് ചെയ്യാൻ. ഫൈനലി ഞാൻ ആ അസിസ്റ്റൻറ്റ് ചേച്ചിനോട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അവസാനം ഒരു വിധം ഇങ്ങനെ ആക്കി വെച്ചു. അറ്റ്ലീസ്റ്റ് ഒന്ന് പ്ലീറ്റ്സ് അയൺ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു സേഫ്റ്റി പിൻ്റെ കുത്തി ഒന്ന് സെക്യൂർ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അവർ അതൊന്നും വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇങ്ങനെ നിന്നോളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ അവസാനം അത് സെറ്റായി ചെയ്ത് വന്ന കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അവരപ്പോൾ സ്വഭാവമൊക്കെ മാറ്റി നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ പെരുമാറാൻ തുടങ്ങി. ഞാൻ എന്തിനാ അവർക്ക് പൈസ പേ ചെയ്തതെന്ന് ഞാൻ വിളിക്കുന്നത്, അവരെ പോയി മുക്കാ പണിയും ചെയ്തത് ഞാനാണ്. പിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും ഇത് തീർത്തിട്ട് ഒന്ന് പോയാൽ മതി എന്നായിരുന്നു. മേക്കപ്പ് ബാക്കി ഉണ്ടായിരുന്നു, ഞാൻ ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഒരു ഊബറും പിടിച്ച് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചെന്നു. ഞാൻ ചെല്ലുമ്പോഴേക്കും അവിടെ എല്ലാവരും മേക്കപ്പ് ഒക്കെ തുടങ്ങി പകുതിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ഹെവി ആയിട്ട് മേക്കപ്പ് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് സംഭവം ഇഷ്ടമായി, പക്ഷേ എനിക്ക് മൊത്തത്തിൽ ഒരു ഇത് കിട്ടുന്നില്ലായിരുന്നു. പക്ഷേ ആ ഓർണമെൻറ്റ്സ് അങ്ങോട്ട് ഇട്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി. അതുവരെ എൻ്റെ കോൺഫിഡൻസ് 0 ആയിരുന്നു. അവിടെ നിന്ന് ഒറ്റ പോക്കായിരുന്നു, നേരെ 100 കടന്നങ്ങ് 1000 കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഈ ഓർണമെൻറ്റ്സ് എടുക്കുമ്പോഴും ഇത് ഇത്രയും ഭംഗിയായിട്ട് ഈ ഔട്ട്ഫിറ്റിന് ചേരുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യം ഞാൻ ഇതിന് വേണ്ടിയിട്ട് മറ്റേ എന്താ ഇനി പറയുക ആൻറ്റിക് ജ്വല്ലറിയില്ലേ ചെട്ടിനാട്, അങ്ങനത്തെ ഒരു ഓർണമെൻറ്റ്സ് ആയിരുന്നു ഞാൻ നോക്കിയത്. പക്ഷേ പിന്നെ ഞാൻ ഇതിലോട്ട് മാറി. അതെന്താ മാറിയെന്ന് വെച്ചാൽ അതിന് ഭയങ്കര റേറ്റ് ആയിരുന്നു റെൻറ്റ്. ഞങ്ങൾക്ക് അത്രയും കിട്ടൂലേന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പോൾ ഇതിലോട്ട് മാറി. ആ തീരുമാനം എന്തുകൊണ്ടും മികച്ചൊരു തീരുമാനമായിരുന്നു എന്ന് അവസാനം എനിക്ക് തോന്നി. കാരണം വേറൊന്നുമല്ല, ആ ഒരു ചെട്ടിനാട് ഇട്ടാലും ഇത്ര ഭംഗി വരില്ലായിരുന്നു. ഇത് ഭയങ്കര ഒരു വൈറ്റ് കളറായതുകൊണ്ടേ ടിഷ്യൂ കളർ സാരിയായിട്ട് നന്നായിട്ട് മാച്ച് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ 2 സാരിയാണ്, താഴത്തെ ഒരു വൈറ്റ് കസവിൻ്റെ സാരി, മുകളിൽ പിന്നെ ഒരു ടിഷ്യൂ സാരി. പിന്നെ നമ്മുടെ കൈയുടെ ബൈസെപ്സിലിടില്ലേ അതിന് വരുന്ന കടയോ, അത് എൻ്റെ കയ്യിലുള്ള സ്റ്റുഡിയോയിൽ ഒരു വളയാണ് കേട്ടോ, ബ്രേസ്ലെറ്റോ വളയോ അങ്ങനെ എന്തെങ്കിലും പറയാം. വള ഞാൻ ഒരു കയ്യിലാണ് ഇടാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ അപ്പുറത്തെ കൈ ബ്ലാങ്ക് ആയിരിക്കേണ്ട, അപ്പോൾ ബൈസെപ്സിൻ്റെ അവിടെ എന്തെങ്കിലും ഇടാന്ന് വെച്ചപ്പോൾ എനിക്ക് വൈറ്റ് കളറൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എന്തായാലും കൊള്ളായിരുന്നു. കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചു ഇത് എന്ത് ഡ്രസ്സാണ്, ആർക്കും അങ്ങനെ പെട്ടെന്ന് മനസ്സിലായില്ല. എല്ലാം എൻ്റെ ഒരു കഴിവ്. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഇങ്ങനത്തെ പ്രോഗ്രാംസൊക്കെ. രാവിലെ എന്തൊക്കെയോ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഇനാഗുറേഷൻ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വാശി പിടിച്ച് ഫസ്റ്റ് പ്രോഗ്രാം നമ്മുടെ വെക്കണം എന്നും പറഞ്ഞിട്ട് ആരും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു 3-മതോ 4-മതോ അങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാം വെച്ചത്. പക്ഷേ സംഭവിച്ച ഏറ്റവും വിഷമകരമായ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ പരിപാടി കഴിഞ്ഞ് അടുത്തത് ഞങ്ങളുടെ ഒരു ഡാൻസും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഔട്ട്ഫിറ്റിൽ അധികം വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഒന്നാമത് എനിക്ക് ബോധമില്ലായിരുന്നു, പിന്നെ സമയമില്ലായിരുന്നു. ഞാനുണ്ട് വീഡിയോ ആണ്.
തണുപ്പാണ് ഇവിടെ. സോറി, ഞാൻ വീഡിയോയിലുണ്ടോ സന്തൂർ മാമേ. പിന്നെ പറ്റിയൊരു പൊട്ടത്തരാണ് കയ്യിലിട്ട ചുവപ്പ് കളർ. അത് മറ്റേ കുറേ കളർ പൊട്ട് വരത്തില്ലേ, ആ സാധനമാണ്, മെഹന്തി അല്ല. അപ്പോൾ തൊടുമ്പോൾ എൻ്റെ നെറ്റിയിൽ മുഴുവൻ ഈ കളർ ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും സ്റ്റേജിന്റെ ബാക്കിലെത്തി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്ത് നിങ്ങളുടെ ഊഴവും കാത്ത്. ഇനിയൊരു ഡിസ്ക്ലെയിമർ ഉണ്ട്, ഈ പരിപാടി ഇതിൽ എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല. കാരണം നല്ലൊരു വീഡിയോ ഇതിൻ്റെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. മൊബൈലിൽ ഷൂട്ട് ചെയ്ത വീഡിയോസിന് അത്ര ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അത് ഞാൻ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യുന്നില്ല കേട്ടോ. എനിക്ക് കിട്ടുമ്പോൾ ഞാൻ ഇടാം. പിന്നെ ഇങ്ങനെയുള്ള ചില ദിവസങ്ങൾ എൻ്റെ ബുദ്ധി അങ്ങോട്ട് മരവിച്ച് പോകും. അങ്ങനെയുള്ളൊരു ദിവസമായിരുന്നു. ഞാൻ ഫോട്ടോസും വീഡിയോസും ഒന്നും അധികം എടുത്തില്ല. കുറേ മിറർ സെൽഫ് എടുത്ത് കൂടിയിട്ടുണ്ട്. എന്തിനാണോ എന്തോ. ഒന്നാമത് അടുത്ത ഡാൻസ് ഉണ്ട്, പെട്ടെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ളൊരു ചിന്ത ഇങ്ങനെ തലയിലുണ്ട്. പക്ഷേ എന്നാലും അതല്ല, എനിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഞാൻ എപ്പോഴും ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ മറന്നു. എടുത്ത് സെൽഫ് ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും എനിക്ക് വിഷമമുണ്ട്. കാരണം ആ ഒരു ലുക്കിനോട് നീതി പുലർത്താൻ എനിക്ക് കഴിഞ്ഞില്ല. ഫോട്ടോസും വീഡിയോസും ഒന്നും ഞാൻ എടുത്തില്ല. പെട്ടെന്ന് തന്നെ ഓടിപ്പാഞ്ഞ് ഡ്രസ്സ് മാറ്റിയായിരുന്നു. ഡാൻസിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്യൂം ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള ഒട്ടപ്പാച്ചിലായിരുന്നു. ഡാൻസ് ലുക്ക് ഇൻ 3, 2, 1 there you go. സ്റ്റേജിൽ കയറുമ്പില്ല, ഞാൻ എത്ര പഠിച്ച പരിപാടിക്കാണ് കയറുന്നതെങ്കിലും എനിക്ക് ചെറുതായിട്ട് പേടി വരും, കൈയൊക്കെ വിറക്കാൻ തുടങ്ങും. പക്ഷേ എന്നാലും എനിക്ക് മടിയൊന്നുമില്ല കേട്ടോ. സ്റ്റേജിൽ കയറി ഇങ്ങനെ എന്താ അതിന് പറയുക, സഭാകമ്പം അങ്ങനത്തെ സാധനമൊന്നുമില്ല. നല്ല ടെൻഷൻ ഉണ്ടാകും, കൈയും കാലിലും നല്ലോണം വറക്കുകയും ചെയ്യും. പക്ഷേ സ്റ്റേജിൽ കയറാനും ചെയ്യാനൊന്നും ഒരു എളുപ്പം ഉണ്ടാവില്ല. ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ലാസ്റ്റ് ടൈം വുമൻസ് ഡേക്കൊക്കെ ഡാൻസിൽ ഫുൾ തറോ ആയിട്ട് സ്റ്റെപ്പുകളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഫാഷൻ ഷോയുടെ പുറകെ ഫുൾ ടൈം പോയതുകൊണ്ട് തന്നെ ഡാൻസ് ഫുള്ള് പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ കുറവൊക്കെ ഡാൻസിൽ കാണാനും ഉണ്ട്, പക്ഷെ ഉളുപ്പ് അതില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഡാൻസിൻ്റെ ഈ കോസ്റ്റ്യൂം ഇല്ല, ഇത് നമുക്ക് അത്ര ഇഷ്ടമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സംഭവം എല്ലാം കൂടി ഇട്ട് വന്നപ്പോൾ സെറ്റായി. ലാസ്റ്റ് മിനിറ്റാണ് നമുക്ക് ഈ ഡ്രസ്സ് ശരിയായത്. അങ്ങനെ എല്ലാം ഒരു ചെടപടി പരിപാടികളായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരാളെ താഴെ വീണു. ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ആരെങ്കിലും ഒരാളെ വീഴുന്നു. കുഴപ്പമൊന്നും പറ്റിയില്ല. അവൾ അപ്പം തന്നെ എഴുന്നേറ്റ് റീജോയിൻ ചെയ്തു. പരിപാടിയെല്ലാം കഴിഞ്ഞു. മഴയും പെയ്തു. സന്തോഷത്തിൻ്റെ മഴ പെയ്തു. ഇത്രയും സമയം ഭയങ്കര ചൂടും വെയിലായിരുന്നു. എല്ലാ പരിപാടിയും കഴിഞ്ഞ് നോക്കുമ്പോൾ ഭയങ്കര മഴ. സന്തോഷത്തിൻ്റെ മഴ. കൊടയിലേന് പോകാൻ ഇനി മഴ തീരുന്നവരോട് വെയിറ്റ് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് പോവാം. മേക്കപ്പൊക്കെ കുറച്ചുകൂടെ ഉണ്ടാവും. ഞങ്ങൾ ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പോവാണല്ല.
ഇതോട്ട് കുട്ടി ഈ വർഷത്തെ വുമൻസ് ഡേ പ്രോഗ്രാം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പ്രോഗ്രാമിന്റെ ലാസ്റ്റ് കുറെ പാട്ടൊക്കെ വെച്ച് DJ പോലെ ഒരു പരിപാടി ഉണ്ട്. പരക്കെ തുള്ളലായതുകൊണ്ട് ആ സമയത്ത് വീഡിയോ എടുക്കുന്നത്